Section C, question number 31. A load consists of 200 pens, of which 180 are good and rest are defective. A customer will buy a pen if it is not defective. Shopkeeper draws a pen at random and gives it to the customer. What is the probability that the customer will not buy it? Total number of pens in lot A is 200. Total 200. Total number of good pens in lot A equal to 180. Therefore, defective pens in lot A. Therefore, defective pens in lot A is 200 minus 180 is equal to 20. നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പ്രോബിലിറ്റി ദാറ്റ് ദ കസ്റ്റമർ വിൽ നോട്ട് ബൈ ഇറ്റ്. കസ്റ്റമർ എപ്പോഴാണ് ബൈ ചെയ്യാതിരിക്കുന്നത്? പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് കസ്റ്റമർ വിൽ നോട്ട് ബൈ ഈക്വൽ ടു നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പെൻ divided by total number of pens. That is, number of defective pens 20 ആണ്. 20 divided by total number of pens എന്ന് പറയുന്നത് 200. That is equal to 1/10. And therefore, probability of customer will not buy equal to 1/10 ആണ് നമ്മൾ ഒരു പാട്ടിന്. സെക്കൻഡ് പാർട്ട് പറയുന്നത് അനദർ ലോട്ട് ഓഫ് 100 പെൻസ് കണ്ടെയ്നിങ് 80 ഗുഡ് പെൻസ് ഈസ് മിക്സ്ഡ് വിത്ത് ദ പ്രീവിയസ് ലോട്ട് ഓഫ് 200 പെൻസ്. ദ ഷോപ്പ് കീപ്പർ നൗ ഡ്രോസ് 1 pen at random from the entire lot and gives it to the customer. What is the probability that customer will buy the pen? നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കണ്ടുപിടിക്കുന്നത് കസ്റ്റമർ ബൈ ദ പെൻ ആണ്. എപ്പോഴാണ്? വേറൊരു ലോട്ടും കൂടി ഫസ്റ്റ് ലോട്ടിനോട് മിക്സ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെൻസ് ഇൻ ലോട്ട് ബി ഈക്വൽ ടു 100 ആണ്. Total number of good in lot B equal to 80 ആണ്. ലോട്ട് എയും ലോട്ട് ബിയും മിക്സ് ചെയ്തു. ആഫ്റ്റർ മിക്സിംഗ് ലോട്ട് എ പ്ലസ് ലോട്ട് ബി, ടോട്ടൽ നമ്പർ ഓഫ് പെൻസ് ഇൻ ബോത്ത് ഈക്വൽ ടു ആദ്യത്തേൽ 200 ഉണ്ടായിരുന്നു, രണ്ടാമത്തേൽ 100 ആണ്. ടോട്ടൽ 200 പ്ലസ് 100 ദാറ്റ് ഈസ് 300 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഗുഡ് പെൻസ് ആദ്യത്തേൽ നമുക്ക് 180 ഗുഡ് പെൻ ഉണ്ടായിരുന്നു, രണ്ടാമത്തേൽ 80 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 260 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് customer will buy total number of good pens divided by total number of pens. That is equal to good pen എന്ന് 260 divided by 300. That is equal to 0 അങ്ങോട്ടായി 26 2 ആണ്. അപ്പോൾ 30 divided by 59 അതാണ് ആൻസർ. Probability of customer will buy equal to 13/50 ആണ് നമ്മുടെ ആൻസർ.